കലേ, ഞാനൊരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? ഞാനൊരു മണിക്കൂറിനുള്ളിൽ മരിക്കുന്നു. സ്വപ്നല്ലേ? നിങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് മരിക്കില്ല. എൻ്റെ അച്ഛനും ഇതുപോലെ കാലത്തൊരു സ്വപ്നം കണ്ടതാ. എന്നിട്ട് അമ്മയോട് പറഞ്ഞു. അമ്മ അത് വലിയ കാര്യമാക്കിയില്ല. പറഞ്ഞ പോലെ ഒരു മണിക്കൂറിനുള്ളിൽ അച്ഛൻ മരിച്ചു. അച്ഛൻ അങ്ങനെ മരിച്ചു എന്ന് വെച്ചിട്ട് നിങ്ങളങ്ങനെ മരിക്കുമോ? അതൊക്കെ നിങ്ങളുടെ തോന്നലാ. നിങ്ങൾ പെട്ടെന്ന് മരിച്ചാ ഞാനും മക്കളെങ്ങനെയാ ജീവിക്കുക? അതോർത്ത് നീ പേടിക്കണ്ട. ഞാൻ 2-3 ബാങ്കിലെ കുറച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. നിന്റെ പേരാ നോമിനായിട്ട് വെച്ചിട്ടുള്ളത്. ഞാൻ മരിച്ചാ നിനക്കത് കിട്ടും. ഇത്ര നാളായിട്ട് നിങ്ങൾ ഇപ്പോഴല്ലേ ഈ കാശിന്റെ കാര്യമൊക്കെ എന്നോട് പറയണത്? അതെങ്ങനെയാ? നിങ്ങൾക്ക് എന്നെ വിശ്വാസം വേണ്ടേ? നിങ്ങൾ എന്തെങ്കിലും വില എനിക്ക് തന്നിട്ടുണ്ടോ? നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സന്തോഷമായിട്ട് നടക്കാൻ ഒരു ഉപകരണമായിട്ട് അങ്ങനെ ജീവിക്കുക, അത്ര തന്നെ. ഞാൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് നീ ക്ഷമിക്കണം. ഒരു ഭാര്യയ്ക്കും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റുകളാ നിങ്ങൾ എന്നോട് ചെയ്തിട്ടുള്ളത്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിലിട്ട് നിങ്ങൾ എന്നെ തല്ലിയില്ലേ? മരിക്കുന്നവരെ അച്ഛൻ ഈ കാര്യം ഓർത്ത് വിഷമിച്ചു. പറയാനാണെങ്കിൽ കുറേ പറയാനുണ്ട്. ഞാനൊന്നും പറയണില്ല, ഒന്നും ഓർക്കണമില്ല. ഇത്രയും കൊല്ലം നമ്മൾ ഒരുമിച്ച് ജീവിച്ചതല്ലേ? നിനക്ക് എന്തെങ്കിലും നല്ല ഓർമ്മകളുണ്ടോ നമ്മുടെ ഈ ബന്ധത്തില്? നല്ല ഓർമ്മകളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഓർത്തിരിക്കുന്നത് മുഴുവൻ നിങ്ങൾ എന്നെ വേദനിപ്പിച്ച ഓർമ്മകളാ. മനുഷ്യനങ്ങനെയാ. നല്ല ഓർമ്മകൾ അവൻ പെട്ടെന്ന് മറക്കും. അവൻ വേദനിച്ച കാര്യങ്ങൾ എന്നും ഓർത്തിരിക്കും. സുമേ, നീ ജ്യോതിഷിനെ മോളെയും കൂട്ടി പെട്ടെന്ന് വീട്ടിലേക്ക് വരണം. ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു മണിക്കൂറിനുള്ളിൽ മരിക്കുന്നു. ഹരീഷേ, നീ മോഹനെയും ബാബുവിനെയും കൂട്ടി പെട്ടെന്ന് വീട്ടിലേക്ക് വരണം. കാര്യം എന്താന്ന് വെച്ചാല് ഞാനൊരു മണിക്കൂറിനുള്ളിൽ മരിക്കുന്ന ഒരു സ്വപ്നം കണ്ടു. ശരി ശരി. അച്ഛാ, ഞാൻ ഇറങ്ങാം. മോനെ, അച്ഛൻ കാലത്തൊരു സ്വപ്നം കണ്ടു. അച്ഛനൊരു മണിക്കൂറിനുള്ളിൽ മരിക്കുന്നു. ശരി, എന്നാ ഞാൻ പോട്ടെ. അച്ഛൻ മരിക്കുന്നു പറഞ്ഞിട്ട് നീ ജോലിക്ക് പോവാ? അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ മറന്നാ? ഞാൻ മരിക്കാൻ കിടക്കുകയാണെങ്കിലും നീ ജോലിക്ക് പോകണം. നിന്റെ ഉത്തരവാദിത്തങ്ങൾ നീ മുടക്കരുത്. അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോണു. അച്ഛൻ പറഞ്ഞത് ഞാൻ ചെയ്യണത്. ഞാൻ പറഞ്ഞതില് ഞാൻ ഉറച്ചു നിൽക്കുന്നു. നീ ജോലിക്ക് പോക്കോ. ഞാൻ പോണില്ല. അത് അച്ഛൻ്റെ രീതി, ഇതെൻ്റെ രീതി. നിനക്ക് അച്ഛനോട് വല്ല ദേഷ്യണ്ടാ? ദേഷ്യമൊന്നുമില്ല, ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ട്. നീ പറ എന്താന്ന്. എനിക്ക് എൻജിനീയറിംഗ് പഠിക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാനത് അച്ഛനോട് പല പ്രാവശ്യം പറഞ്ഞതല്ലേ. പക്ഷെ അച്ഛനത് കേട്ടില്ല. ഒരു താല്പര്യമില്ലാത്ത ജോലിയാണ് ഞാൻ ചെയ്യണത്. വെറും ശമ്പളത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ജോലി ചെയ്യണത്. സിനിമാ ഡയറക്ഷൻ പഠിക്കാനാണോ നിന്റെ ആഗ്രഹം എന്ന് നീ എന്നോട് പറഞ്ഞു. സിനിമാ ഡയറക്ഷൻ ഒരു തൊഴിലാണോ? ഒരു ജീവിത ഉപാധിയെ തിരഞ്ഞെടുക്കാൻ പറ്റിയ പണിയാണോ അത്? 100-ൽ 10 പേരാണ് അതിൽ വിജയിക്കുന്നത്. നീ വീണ്ടും വിചാരമില്ലാതെ പറയണത് കേട്ട് ഞാൻ സമ്മതിച്ച
നിന്റെ ജീവിതം നശിക്കും. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താന്ന് അച്ഛനറിയോ? അവന് ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ പറ്റണത്. അച്ഛനത് പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ അച്ഛൻ പുറത്തേക്ക് പോകുമ്പോൾ അച്ഛൻ്റെ കൂടെ വരണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു, ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോൾ. പക്ഷെ അച്ഛൻ എന്നെ എവിടേക്കും കൊണ്ടുപോകാറില്ല. പിന്നെ എനിക്ക് അച്ഛൻ്റെ പുറത്ത് കയറി ആന കളിക്കണമെന്നുണ്ടായിരുന്നു. നിനക്ക് ആന കളിക്കണമെങ്കിലേ നീ അച്ഛൻ്റെ പുറത്ത് ഇപ്പൊ കയറിക്കോ. കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടേണ്ട സമയത്ത് കിട്ടണം. ഇന്ന് ഞാൻ വലുതായില്ലേ? എൻ്റെ മനസ്സും ചിന്തകളൊക്കെ മാറിയില്ല അച്ഛാ. പിന്നെ അച്ഛൻ എന്നേക്കാൾ കൂടുതൽ സ്നേഹം സുമയോടായിരുന്നു. സുമ എന്നെ പറ്റി എന്തു പറഞ്ഞാലും അച്ഛൻ വിശ്വസിക്കും. സുമ പറഞ്ഞിട്ട് ചെയ്യാത്ത തെറ്റിന് അച്ഛൻ എന്തോരം എന്നെ തല്ലിയിട്ടുണ്ട്. അനിയത്തിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവൾക്ക് എന്നോട് എന്നും ദേഷ്യമായിരുന്നു. ജ്യോതിഷിരിക്കേ. ഞാനിരിക്കാൻ വന്നതല്ല, കടയിൽ നല്ല തിരക്കുള്ള സമയമാണ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, സ്വത്ത് വീതം വെക്കണം. ഇപ്പോൾ അതിനുള്ള സമയമില്ലെങ്കിൽ വാക്കാലൊരു വ്യവസ്ഥ ഉണ്ടാക്കണം. അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ കടിപിടി കൂടാൻ പറ്റില്ല. അച്ഛൻ എപ്പോഴും പറയാറുള്ളതല്ലേ, 2-1 എൻ്റെ മോൾക്കാന്ന്. എന്ന് വെച്ചാൽ മൊത്ത സ്വത്തിൻ്റെ ഒരു ഭാഗം ഇവൾക്കും ബാക്കിയുള്ള ഒരു ഭാഗം സതീശിനും അമ്മയ്ക്കും. പിന്നെ ഞാനൊന്നും ഇവിടുന്ന് പറ്റിയിട്ടില്ല. പിന്നെ ശ്രീധനം എന്ന് പറഞ്ഞ എന്താ തന്നെ 15 പവൻ. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു വ്യവസ്ഥ ഉണ്ടാക്കണം. ഞാൻ പോവാം. മോളെ, എന്താ ഇങ്ങനെ? 15 പവന്റെ കാര്യം പറഞ്ഞ എന്നും വഴക്കാം. രാത്രി കുടിച്ചു വന്ന് എന്നും തല്ലും. ഞാൻ നിങ്ങളോട് ഒന്നും പറയാറില്ല. പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ വിധി ഞാൻ അനുഭവിക്കന്നെ. ഞാൻ 100 തവണ അച്ഛനോട് പറഞ്ഞതല്ലേ എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലാന്ന്. പിന്നെ എന്റെ ഇഷ്ടം ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ. അങ്ങേര് എന്നെ പൊന്നുപോലെ നോക്കിയേനെ. എത്ര തവണ അങ്ങേര് ഇവിടെ വന്ന് എന്നെ കല്യാണം കഴിച്ചു തരുമോന്ന് അച്ഛനോട് ചോദിച്ചു. അച്ഛൻ സമ്മതിച്ചില്ല. അച്ഛൻ എന്താ പറഞ്ഞേ? പ്രണയബന്ധം വിവാഹത്തിൽ കലാശിച്ചാല് അതിന് വലിയ ആയുസ് ഉണ്ടാവില്ല എന്ന്. എന്നിട്ടിപ്പോ എന്തായി? അങ്ങേര് വേറെ പെണ്ണും കെട്ടി സുഖമായിട്ട് ജീവിക്കുന്നു. ഞാനിവിടെ കിടന്ന് തീ തിന്ന. പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ചെക്കൻ്റെ തറവാട്ട് മഹിമയും സമ്പത്തും ജോലിയും മാത്രം നോക്കിയാൽ പോരാ, സ്വഭാവം നോക്കണം. സ്വഭാവം നല്ലതാണെങ്കിൽ ഇതൊന്നുമില്ലെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാം. താലി കെട്ടിയിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പെട്ട തന്നെ. അച്ഛനറിയോ, സതീശേട്ടൻ വളരെ മോശമായിട്ടാ പോണത്. സതീശേട്ടനെ പറ്റി ജ്യോതിഷേട്ടൻ എപ്പോഴും പറയും. എപ്പോഴും ബാറിൽ കാണാറുണ്ടെന്ന് പറയും. ചേട്ടന്റെ കാര്യം പറയുമ്പോ എനിക്ക് നാണോ. പിന്നെ നീ നല്ല സ്ഥലസ്വഭാവമായിരുന്നല്ല. നിന്റെ കാമുകനും കുറേ സ്ഥലത്ത് വെച്ച് കാണാറുണ്ടെന്ന് എൻ്റെ കൂട്ടുകാർ പറയുമ്പോൾ എനിക്ക് തന്നെ നാണം വരാറുണ്ട്. ഇപ്പം നീ വലിയ നല്ലവളും ഞാൻ മോശക്കാരനും. നീ കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ചേട്ടൻ പറഞ്ഞോ, എനിക്കൊരു തേങ്ങയുമില്ല. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തന്നെയാണ് പ്രണയിച്ചത്. അല്ലാണ്ട് പ്രണയം എന്താണെന്ന് അനുഭവിക്കാൻ വേണ്ടി പ്രണയിച്ചതല്ല. ഞങ്ങൾ സത്യസന്ധമായ പ്രണയമായിരുന്നു. അച്ഛൻ കാരണം അത് നടക്കാതെ പോയത്. സത്യസന്ധമായ പ്രണയമാണെങ്കിൽ ഈ ലോകത്ത് ആരെ എതിർത്താലും അതിന് മറികടന്ന് കല്യാണം കഴിക്കണം. ഞാനൊരു കാര്യം എല്ലാവരോടും കൂടി പറയാം. ഞാനൊരു പെൺകുട്ടിയായിട്ട് 5 കൊല്ലമായിട്ട് പ്രണയത്തിലാണ്. ആരെ എതിർത്താലും ഞാൻ അവളെ തന്നെ കല്യാണം കഴിക്കും. മതി, നിർത്ത്. എനിക്ക് മരിക്കാൻ കുറച്ച് സമയമുള്ളോ. എനിക്ക് കുറച്ച് സമാധാനം തരണം. മക്കളെ നന്നായി വളർത്തിയില്ലെങ്കിൽ
അവര് നമ്മളെ കരയിപ്പിക്കും. നിങ്ങളുടെ മക്കള് നിങ്ങളെ കരയിപ്പിക്കാതിരിക്കട്ടെ. ഇവൻ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ചിരിയാ വന്നത്. ജോലിസ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ഇറങ്ങി പോരാൻ പറ്റുമോ? ഞാൻ മുതലാളിയോട് പറഞ്ഞു എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് മരിച്ചു എന്ന്. പിന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാനെന്താ പറഞ്ഞേ? നിനക്ക് അറ്റാക്കായിട്ട് ആശുപത്രിയിലാണെന്ന്. സാധാരണ എന്ത് കാര്യം പറഞ്ഞാലും ലീവ് തരാത്തതാ. ഈ കാര്യം പറഞ്ഞപ്പോൾ വിട്ടു. എനിക്കങ്ങനെ നുണ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കിപ്പോൾ ഒരു ലീവ് വേണമെന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം ചോദിച്ചില്ല, പൊക്കോളാൻ പറഞ്ഞു മുതലാളി. എന്തായാലും നീ മരിക്കാൻ പോവല്ലേ, നമുക്ക് രണ്ടെണ്ണം അടിക്കാം. ഫുള്ള് സെറ്റപ്പായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പം ശരിയാക്കാം. ഒന്ന് കഴിക്കി. എനിക്ക് വേണ്ട. ഇവൻ്റെ തോളുകൊണ്ട് ഒരു ഡാൻസ് ഉണ്ട്, നീ കണ്ടണ്ടാ? പിന്നെന്താ, ഒരു സ്പെഷ്യൽ ഐറ്റല്ലേ അത്. ഒന്ന് കളിക്കടാ. എനിക്കൊരു മൂഡില്ല. ശരി, ഞാൻ കളിക്കാം. ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു, പല്ലാക്ക് മുക്കുത്തി കല്ലുമിനുങ്ങി, ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ, ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ. കുനുകുനെ ചെറുകുറു നിരകൾ തഴുകിടും കവിളുകളിൽ, നനുനനെ നഗപടമെഴുതും സുമസര വിരലുകളിൽ. കുനുകുനെ ചെറുകുറു നിരകൾ തഴുകിടും കവിളുകളിൽ, നനുനനെ നഗപടമെഴുതും അസുലഭസുര നിമിഷം. ഒരു പൂവിരിയും ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം, മഞ്ഞുതുള്ളികൾ തഴുകിയൊഴുകും മധുരഹേ മന്ദം. നീ അത്രയ്ക്ക് നല്ലവനൊന്നും അല്ലടാ. എൻ്റെ മോൾ ആശുപത്രി കിടന്ന് ജീവമരണ പോരാട്ടം നടത്തുമ്പോൾ ഞാൻ നിന്നോടൊരു 10,000 രൂപ ചോദിച്ചു. അപ്പം നീ എന്താ പറഞ്ഞേ? ഭയങ്കര ടൈറ്റാണെന്ന്. 2 ദിവസം കഴിഞ്ഞ് നിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ ഇതാ കിടക്കണു 1,00,000-ൻ്റെ പുതിയ ബുള്ളറ്റ്. നീ അപ്പ കണ്ടവൻ അപ്പാന്ന് വിളിക്കണവനാ, നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല. കോവിഡ് വന്നപ്പോ ഇവർ രണ്ടുപേരും വിളിച്ച് എൻ്റെ എല്ലാ കാര്യങ്ങളും തിരക്കിയിരുന്നു. നിന്റെ വിളി മാത്രം വന്നില്ല. അന്ന് മനസ്സിലായി ഈ സുഹൃത്ബന്ധം എന്നൊക്കെ പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. നിനക്ക് ഇങ്ങനൊരു വിഷമം വന്നപ്പോ ഞങ്ങളെല്ലാവരും വന്നു. അത് ഞങ്ങൾ ഈ ബന്ധത്തിന് നൽകുന്ന വില കൊണ്ടാ. നിനക്കെന്തേലും പറയാനുണ്ടാ? എനിക്കൊന്നും പറയാനില്ല. നിനക്കൊന്നും പറയാനില്ലെങ്കിൽ പിന്നെ ഞങ്ങളെന്തിനാ വെറുതെ ഇരിക്കണ്? വാടാ പോവാം.
വല്യച്ഛനാ ചെറിയച്ഛൻ സ്വപ്നം കണ്ട കാര്യമൊക്കെ പറഞ്ഞത്. ഓവറായി കുടിച്ചോണ്ട് ഒരു കയ്യബദ്ധം പറ്റിയതാ. ഞാൻ ഒരിക്കലും ചെറിയച്ഛനെ തല്ലാൻ പാടില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം. തല്ലുന്നവനെ തല്ലുന്ന സമയത്ത് മാത്രമേ വിജയമുള്ളൂ. അത് കഴിഞ്ഞ മൊത്തം പരാജയ. കുറ്റബോധം കൊണ്ട് മനസ്സ് നീറി നീറി അങ്ങനെ നടക്കും. ഞാൻ നിന്നോട് ക്ഷമിച്ചു. എന്നോടും മറ്റുള്ളവർ ക്ഷമിച്ച സമാധാനായിരുന്നു. നീ പൊക്കോ. ജ്യോതിഷിനെ കടയിൽ വെച്ച് കണ്ടു. അപ്പോഴാ വിവരങ്ങളൊക്കെ അറിഞ്ഞ്. അമ്മയുടെ നിർബന്ധം കാരണം വന്നതാ. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ വരാം. ഹരി, ഒരു 10 മിനിറ്റ് നീ ഇവിടെ നിൽക്കടാ. വേണ്ട ചേട്ടാ, മുമ്പ് ഇതുപോലെ ഇരുന്നപ്പോഴൊക്കെ 1-2 പറഞ്ഞ് വഴക്കിട്ടതല്ലേ. അതുകൊണ്ട് ഞാൻ പോവാ. നീ എവിടെ നിൽക്ക്, നമുക്ക് പെട്ടെന്ന് പോകാം. മനുഷ്യന്മാർ എത്ര സ്വപ്നങ്ങൾ കാണുന്നു, അതൊക്കെ അതുപോലെ തന്നെ നടക്കുമോ? നിന്റെ അച്ഛനങ്ങനെ സംഭവിച്ചത് കൊണ്ട് നിനക്കങ്ങനെ തോന്നുന്നു, അത്രയേ ഉള്ളൂ. അമ്മേ, ഒരർത്ഥമില്ലാത്ത ജീവിതമായി എൻ്റെ. ആരുടെ ജീവിതത്തിലും ഒരു സ്ഥാനമല്ല എനിക്ക്. ആർക്കു വേണ്ടിയും ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ലേ. ഞാൻ മരിച്ച ആരും കരയില്ലേ? നിന്റെ ജീവിതം അർത്ഥമുള്ളതാണ്. ഒരു മകൻ ഒരമ്മയ്ക്ക് ചെയ്യേണ്ട എല്ലാ കടമകളും നീ ചെയ്തിട്ടുണ്ട്. ഞാൻ ആത്മാഭിമാനത്തോടെ ഇന്ന് ജീവിക്കുന്നതിനുള്ള കാരണം നീയാണ്. നിങ്ങൾക്കറിയോ, ഞാൻ ഇവനെ ഒരിക്കൽ മാത്രമേ തല്ലിയിട്ടുള്ളൂ. അക്കാര്യം ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് കരച്ചിൽ വരും. ഇവന്റെ അച്ഛൻ ഒരു ധാരാളിയായിരുന്നു. കയ്യിലുള്ളതെല്ലാം കള്ളു കുടിച്ചു ചീട്ട് കളിച്ചു നശിപ്പിച്ചു. ദുരഭിമാനം കാരണം ഇവന്റെ അച്ഛൻ ഒരു പണിക്കും പോകാതെയായി. വീട്ടിലാണെങ്കിൽ മുഴുപട്ടിണിയും. ഒരു ദിവസം ഇവനും ഇവന്റെ താഴെയുള്ളവനും വിശന്ന് കരയായിരുന്നു. ഞാൻ ഇവനെയും കൂട്ടി അയൽപക്കത്ത് പുതിയടുത്ത വീട്ടിലേക്ക് പോയി. അവർ പ്രതാപികളാണ്, പാവങ്ങളെ സഹായിക്കും. എൻ്റെ അവസ്ഥ പറഞ്ഞപ്പോൾ അവരൊരു വലിയൊരു ചെമ്പിൽ കഞ്ഞി തന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം എൻ്റെ മക്കൾക്ക് വയറു നിറയെ കഞ്ഞി കുടിക്കാലോ. ഞാൻ ഈ കഞ്ഞിപ്പാത്രം ഇവൻ്റെ കയ്യിൽ കൊടുത്തു. വഴി വെച്ചിട്ട് ഈ കഞ്ഞിപ്പാത്രം ഇവൻ്റെ കയ്യിൽ നിന്ന് വീണു.
കഞ്ഞി മുഴുവൻ നിലത്ത് പോയി. സങ്കടവും വിഷവും സഹിക്കാൻ പറ്റാണ്ട് ഞാൻ എൻ്റെ മോനെ ഒരുപാട് തല്ലി. അന്ന് രാത്രി ഇവൻ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇനി എൻ്റെ അമ്മ ആരുടെ വീട്ടിലും കൈ നീട്ടാൻ പോണ്ടാന്ന്. അന്നെന്റെ മോൻ പഠിപ്പ് നിർത്തി പണിക്ക് പോയി. അന്നു മുതൽ ഇന്ന് വരെ ഞാൻ ആത്മാഭിമാനത്തോടെ അത് ഉയർത്തിയാണ് ജീവിക്കുന്നത്. ഇന്നും എനിക്കൊരു പ്രശ്നം വന്ന എന്റെ മകൻ എന്റെ കൂടെയുണ്ട്. നീ മരിച്ച നിനക്ക് വേണ്ടി കരയാനും പ്രാർത്ഥിക്കാനും ഈ അമ്മയുണ്ട്. നീ പറഞ്ഞ സമയമായി, നമുക്ക് പോകാം. മനുഷ്യ, നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും നീ കാണുന്നത് സ്വപ്നമാണ്. പ്രപഞ്ച ജീവിതത്തിലെ ബന്ധങ്ങൾ, ബന്ധനങ്ങൾ, വ്യവഹാരങ്ങൾ എല്ലാം ഒരു ദീർഘകാല സ്വപ്നമാണ്, ഒരു മിഥ്യയാണ്, അല്ലാതെ യാഥാർത്ഥ്യമോ സത്യമോ അല്ല. ഇത് പൂർണ്ണമായി മനസ്സിലാക്കി കഴിയുമ്പോൾ നിനക്ക് മനസ്സിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകും.